ഗെയിമിങ് പ്രോ ഗെയിമിങ് സോറി. നമ്മളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലേശം ഒരു സൗണ്ട് വെക്കും, കുഴപ്പമില്ലാതെ ഇപ്പോഴും കേൾക്കാൻ പറ്റില്ല. ഇതിൻ്റെ മൈക്കൊന്ന് ഞാൻ നേരെ ഒന്ന് ഇരിക്കുക. സോറി, ഇപ്പോൾ സെറ്റായി. ചെറിയൊരു അച്ഛ കേൾക്കുന്നുണ്ടാവും, സോറി. ഏത് ഫുള്ളായതുകൊണ്ട് ഓണാക്കുക പോവുക. നമ്മൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തെ എപ്പിസോഡൊന്നും ഇട്ടില്ലായിരുന്നു. കാരണം ഒന്നാമത് എൻ്റെ അയൺ ഫാമിൻ്റെ പണിയും പിന്നെ ഇതിൻ്റെ പണിയാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് വരുന്നതിന് മുന്നേ ഞാൻ ഇടും, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇടും. എന്തായാലും ഇടാണ്ട് നിൽക്കത്തില്ല, കാരണം ഇടേണ്ടത് തന്നെയാണ്. നമ്മൾ അയൺ ഫാം ലേശം ഒരു ഇതാണ്, കാരണം ലേശം നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട സുഖമായിട്ട് കിട്ടും. ഞാൻ കാണിച്ചത് ഇതപ്പം തന്നെ അയൺ പോലെ ഫോണായി. പക്ഷെ അതിൻ്റെ മോഡ് സ്പോൺ ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ മോഡ് സ്പോൺ ആകുമ്പോഴുള്ള പണി. പക്ഷെ ലീഫിൻ്റെ ഫോണിൽ എന്താണ് അയൺ പോലെ സ്പോൺ ആണെന്ന് എനിക്കറിയില്ല. ഇതിൽ ചെറിയൊരു എഫിഷ്യൻസി കുറവാണ്. പക്ഷേ ഞാൻ എന്നാലും കുറേ നേരം നിന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ നേരം. ഞാൻ ഇവിടെ നിന്നാണ് ലീവ് അടിച്ച് പോവുക. ഇതിൽ പക്ഷേ എനിക്ക് ലീവ് അടിക്കുമ്പോൾ കിട്ടുമല്ലോ. ഞാൻ ഇവിടെ വന്നിട്ടൊക്കെ ലീവ് അടിക്കാതെയോ. പിന്നെ ആടുന്ന് ഇപ്പോൾ ലീവ് അടിച്ചില്ലേ, ആടെ വന്നാലും ഇവിടുത്തെ വർക്കാവും. ഇവിടെ കണ്ടോ ഇത്രേ അയൺ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഹോപ്പർ എന്തോ വർക്കാവുന്നില്ല, ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് ഇത്ര അയൺ കിട്ടുകൊണ്ട് പിന്നെ നമ്മൾ റിച്ച് ആയല്ലോ. പിന്നെ ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോകാൻ എനിക്ക് അത്ര വലിയ ഇതില്ല ഗൈസ്. കാരണം ഇപ്പോൾ അങ്ങനെ അടിച്ചല്ലോ. താഴോട്ട് വരുന്നില്ലല്ലോ. നമുക്ക് അടിച്ച് തള്ളിയിടാം. അടിച്ചെല്ലാം ഒന്ന് ഇത് തള്ളിയിടാം, അല്ലെങ്കിൽ ഇമ്പൊക്കെ അതിന് പണി കിട്ടും. ഒരുത്ത സ്പോണായി കൊന്നിട്ടില്ലെങ്കിൽ അതിനും വേറെ കുഴപ്പമുണ്ട് കേട്ടോ. ചത്ത് പടച്ചോനെ, എടാ അതെങ്ങനെ? ഞാനിപ്പോൾ ഒരു പൊട്ടത്തരം ചെയ്തെന്ന് തോന്നിട്ട് ഓടിക്കാൻ വരുന്നുണ്ട്. എന്നെ പോലത്തെ കൊരയാണതിൽ ഞാൻ കണ്ടതല്ലേ. പോട്ടെ. അല്ലേ പിന്നെ ഇതൊരു കോമഡി ഉണ്ടായിരുന്നു കേസ്. ഇതേമാതിരി പുറത്തേക്ക് ചാടി വന്നതാണ്. ഞാൻ എന്താക്കി, കൊല്ലാൻ വലിയ കാര്യത്തിൽ പോയി. എന്നിട്ട് നേരെ പോയിട്ട് അറിയാണ്ട് അടിച്ചു പോയതാ. അതേപോലെ തന്നെ മുന്നിൽ കയറിയിട്ടിട്ട് അടിച്ചു പോയതാ. വേണ്ട സാധനം എനിക്ക് ഈ മുട്ട വേണം കേട്ടോ. ഇതിനാണെങ്കിൽ പിന്നെ കേടി അങ്ങനെ അറിയാൻ ഇത് പിന്നെ മറ്റേ എൻ്റെ വീട്ടിൽ. ഇതെന്ത് കാട്ടാടി. എൻ്റെ സ്കില്ല് എടുക്കട്ടെ. എല്ലാ സ്കില്ല് ശരിയാകുന്നില്ല. പീസ് തന്നെ അടിക്കേണ്ടി വരുന്നു. സ്കില്ലാട്ടോ എൻ്റെ പുതിയ വെറുതെ ആർക്കും എനിക്കൊരു ഉണക്കയില്ലേ. സ്കില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെറ്റർ പോലും എനിക്കറിയത്തില്ല. അതെ ഇവിടെയൊക്കെ ഭയങ്കര ഇതാടി. ഇവിടുന്ന് ഞാൻ പോരാട്ടോ. ഇവിടെ നിന്ന് പൊട്ടല്ലോ അങ്ങനെ. ഇവിടെ പോയത് തന്നെയാണ് പടത്തോനവിടെ സ്കെൽട്ടൺ ഉണ്ട്. വേഗം അവിടെ തുടങ്ങിക്കാം. ഞാൻ സ്കെൽട്ടൺ അപ്പോൾ ഇതായി അപ്പഴേ അതെന്താ പോയി കളഞ്ഞേ? കൊമ്പാ സ്കെൽട്ടന് ബുദ്ധി വന്നിട്ടോ. എൻ്റെ സോഡ് ബാക്കിൽ വെച്ചാൽ ക്ലിപ്പറുണ്ടോ? അതിനമ്പൊക്കെ അടിച്ചു കൊല്ലേ ഒരു മനസ്സ്. അയ്യോ എന്തെന്നാടേ സ്കെൽട്ടനായിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ വരണം. ചെറിയ പറ്റൂലേ. ഇല്ല ഞാൻ അയൺ ഇതായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ആവാൻ പോകുന്നുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് ഷീൽഡിലുണ്ട്. അതിന് നല്ല ഡാമേജ് ഉണ്ട്. ഇപ്പോൾ
തമാശ ഒന്നുമില്ല, കയറി അടിക്കുക തന്നെ. അല്ല ഇവനെന്താ ഇഷ്ടപ്പെട്ടെ? ഒരു മിനിറ്റ് അടുത്തേക്ക് പോയില്ല പറത്താൻ. ഇതെന്താ പണി? സംഭവം കയറിക്കേ സംഭവം ചെറുങ്ങനെ ഒന്ന് കുടിയിട്ട് ഇവിടെ നിന്ന് എൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ പിടിച്ചു സംഭവം എന്തൊക്കെയോ മാറി വരാം. എനിക്ക് കൺട്രോൾ അങ്ങോട്ട് ശരിയാകുന്നില്ല. കുറച്ച് ദിവസം ഞാൻ കളിച്ചില്ലേ, ഇതുണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ. കുറച്ച് ദിവസം എനിക്ക് കളിക്കാൻ പറ്റില്ല, അതിനോണ്ടാണ്. എങ്കിലിപ്പോൾ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും? മാറി കൈ കൊണ്ട് അടിക്കായിരുന്നു. ഇവനെ ഏറ്റവും കൂടുതൽ ഡാമേജ് കിട്ടിയത് ഞാൻ ഒറ്റപ്പെടുത്ത ഗൈസ്. അന്നത്തെ ഓർമ്മ ഉണ്ടോ? ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തേലും നായിനെ കണ്ടിരുന്നു, പക്ഷേ ഇതേമാതിരി ബോണില്ലായിരുന്നു. അന്നേരം ബോൺ കളക്ട് ആയിക്കോ കളക്ക് 4 എണ്ണം അതിലേക്ക് കണ്ടോ? ആവട്ടെ, എന്നിട്ട് കയറട്ടെ. ഓപ്പർ വർക്കാകത്തില്ല കേട്ടോ, പക്ഷെ എന്നാലും നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ എൻ്റെ ബേസിലോട്ടാണ്. ബേസ് ഞാൻ ചെറുങ്ങനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഹങ്കർ വേഗം കുറയുന്നുണ്ട്. ബ്രെഡ് തിന്നിട്ട് കാര്യമില്ല, ഇനി നല്ല ക്യാരറ്റ് ഇട്ടാൻ തിന്നണം. എനിക്കിപ്പോൾ എന്തായാലും പറയുക, പക്ഷേ ട്രേഡിങ് ഫാമല്ല, ട്രേഡിങ്ങിൻ്റെ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലോണം ഇതാക്കണം. കേസ് ഇവിടെ ഞാൻ ഫലം കിട്ടിയിട്ടില്ല, അതിനെ തേടി ഞാൻ വന്നത്. എന്നിട്ട് എനിക്ക് അങ്ങനെ ഡയമണ്ട് എടുക്കാനാണ് എനിക്കൊരിത്. കാരണം അല്ലാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം ടഫാണ് കേസ്. എൻ്റെ എത്ര അയഡ് പോയെന്ന് എനിക്ക് പോലും എണ്ണാൻ പറ്റത്തില്ല. ലേശം ഒരു ടഫായി കിട്ടുമോ. അതിനോണ്ട് എപ്പോഴും ഈസി അല്ലേ നോക്കാറ്, അതിനോണ്ട് ഈസി തന്നെ നോക്കിയേക്കാം. എവിടെയാടി കിട്ടി ഇങ്ങോട്ട് ചെയ്യാറേ, ഞാൻ കണ്ടില്ലേ ഇത്, എനിക്ക് തോന്നിയില്ല. പാലത്തൂടെ പോകുന്ന കടന്നല്ലേ തന്നെയാണ് സുഖം അറിയാൻ കൊണ്ട്. അതൊക്കെ ഈ വെള്ളത്തിനുള്ളിലാണെന്നുണ്ട് ശ്വാസം കൂടി ചപ്പിട്ടുണ്ട്. പിള്ളേർ കത്തിട്ടുണ്ടാവില്ലേ, ലേശം ലാഗുണ്ട്, കുഴപ്പമില്ല. അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലാത്ത ലാഗാ. മഴയാണ് പോലെ എല്ലാം കൂടി അവിടുത്തെ. ഈ വില്ലേജസിലേക്കും കുഴപ്പമില്ല, നമ്മൾ ഇതൊക്കെ കാണിച്ചു തന്നെയല്ലേ. പിന്നെ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ, ഈ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് ഈ മരത്തിന് എന്തായാലും പറയല്, എന്തായാലും അയ്യൊരു ജെറി മരം അങ്ങനെ എന്തോ അല്ലേ, ജെറി അങ്ങനത്തെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ആണ്. 1.20 വന്നതാണ്. പിന്നെ അത് സവാന, അത് വെറുതെ എടുത്തിയ സവാന എന്തിനീ വെറുതെ. ഇവിടത്തേക്ക് ഇമ്പൊക്കെ എല്ലാ വുഡും ഫോം ചെയ്യണം. പിന്നെ ചെറിയൊരു ഷെയ്ഡറല്ല, ചെറുങ്ങനെയുള്ള ഒരു മാറ്റം മാറ്റിക്ക് അതെനിക്കിപ്പോൾ ഇടാനാണല്ലോ ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, വർക്കാവുന്നില്ല. പിന്നെ ഇവിടത്തേക്ക് വന്ന് നമുക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം കാണാം. ഞാൻ ഇതുവരെ ചെയ്താൽ എനിക്ക് ഇതുവരെ ചെയ്തതല്ല, ലേശപ്പണി ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. ഇത് പണി കഴിഞ്ഞു, പക്ഷേ ഇതിൽ നശിപ്പിക്കാൻ കുറേ ആൾക്കാർ വരും. കണ്ട ഇപ്പം അവിടെ ഒരു ഇത് കണ്ടിട്ട് അതേമാതിരി കണ്ട എന്ത് നീറ്റായിട്ട് കിടക്കുന്നു നോക്കിയേ. ഇതിപ്പോൾ മൈനിങ്ങിന് പോകണേ ഞാൻ എത്ര പ്രാവശ്യം ചാവുന്ന. ഞാൻ ഒരു കാര്യം ചെയ്യാം, നേരെ ഡയമണ്ട് എടുക്കുക, എന്നിട്ട് എൻഡ് പോവുക. ഈ പോർട്ടലില്ലേ അതങ്ങ് ഇതാക്കിയിട്ട് എൻഡ് പോവുക. അതെൻ്റെ വീട് എവിടെ, വീട്ടിലേക്ക് പോട്ടെ. എവിടുത്തെ എൻ്റെ വീട്ടിലേക്ക് എടുത്തേക്ക് എത്തുമ്പോഴാണ് ലേഖ കൂടുന്നത്. അത് എൻ്റെ മോളത്തെ ജസ്റ്റിലുണ്ടാവരെ, താഴത്തെ ഇതിൽ ഞാൻ വെക്കില്ലല്ലോ. താഴത്തെ ഒരു ഫുഡല്ലേ ഉണ്ടാവുക, അതിപ്പോഴും കുക്കാവര. അത് കുറേ ഉണ്ട്, ഓളും കൂടി ഇവിടത്തേക്ക് വെച്ചേക്ക്. കോളിനാട്ടോ അപ്പോൾ പണി ഇവിടെ. കുക്ക് ചെയ്തതുണ്ടോ? എൻ്റെ ഇൻവെൻട്രി സെറ്റാക്കണം. ഫുഡെല്ലാം ഇവിടെ തന്നെ പോകും, കുഴപ്പമില്ല. ഞാൻ സെറ്റാക്കി കഴിഞ്ഞു ഇവിടെ.
പൊരിക്കാത്ത തേയില വെക്കാനല്ലേ. അതും കൂടി നന്നേക്കാം. പിന്നെ പൊരിക്കാത്ത മീൻസ് ഫ്രൈ ചെയ്യാത്ത ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ നേരെ മുകളിൽ കയറുന്നതിന് പകരം ഇവിടത്തേക്കൊരു ട്രാപ്പ് ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ട്രാപ്പ് ഡോറാണ് നല്ല ഇവിടെ ഒക്കെ ഒന്ന് കയറാൻ എന്നിട്ട് താഴേറ്റം കഴിഞ്ഞാൽ വെച്ച് എൻ്റെ വീടിൻ്റെ ഒരു തൊട്ടടുത്ത് വന്നാൽ മതി. ഞാൻ ഈ ഫാക്ടറിൻ്റെ അവിടെ നിന്ന് എന്ത് നല്ല കളിച്ചാണ്. ഇവിടെ ഡേർട്ട് അങ്ങനത്തെ വേസ്റ്റ് ഐറ്റംസ് വെക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ വേസ്റ്റ് ആക്കുമോ. വേസ്റ്റ് ഇതൊക്കെ വേസ്റ്റാ. അത് വേസ്റ്റ് അല്ല, ഇതുണ്ട്. പിന്നെ അത് വേസ്റ്റാ. അങ്ങനത്തെ ചില വേസ്റ്റ് സംഭവങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ഇവിടെ വെക്കും. പിന്നെ നമുക്ക് നമ്മുടെ കൗ ഫാം ഉണ്ടായിരുന്നു എനിക്ക്. ഞാനവിടെ കളഞ്ഞിട്ട് വന്നവിടെ. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് നമ്മൾ സെറ്റാക്കിയ പോലെ. അങ്ങനെ പാലോ നെതർ പോർട്ടലൊന്നും തുറക്കാനുള്ള ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടില്ല അവിടുന്ന്. അത് ഞാൻ അവിടെ കൊണ്ടുവെക്കേണ്ടതാണ് എന്നല്ല വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒക്സീഡിയൻ പേടിച്ച് ഒക്സീഡിയൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചത്. ലൈറ്റപ്പ് ആയിട്ട് കാണട്ടെ. അവിടത്തേക്ക് കയറുമ്പോൾ പിന്നെ ഇവിടെ കുറേ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ പ്ലാൻ മീൻസ് ഇതിപ്പോൾ ഞാൻ ലേശമൊന്നും ലെങ്ത് കൂടിപ്പോയി. കാരണം ഇതിനൊക്കെ 2-3 GB തരണം ഗൈസ്. 2 GB ഒക്കെ എത്ര വേഗം പോകുന്നതെന്ന് അറിയത്തില്ല. എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഞാനത് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു വീഡിയോയിൽ. എഡിറ്റ് ചെയ്യാണ്ട് വീഡിയോയുടെ എനിക്കിപ്പോൾ അത്ര എഡിറ്റ് ചെയ്യണമെന്നല്ല. ഞാൻ ബിഗിനറാണ്. നിങ്ങളെപ്പോലെ വലിയ എഡിറ്റിംഗ് ഒന്നുമല്ല. ഞാനിപ്പോൾ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ കുറേ യൂട്യൂബിലെല്ലാം കാണാറുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണം ഒക്കെ നോക്കിയിരുമ്പോൾ സെറ്റാക്കാം ഗൈസ്. പക്ഷേ അന്നിട്ട വീഡിയോ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ എല്ലാ കണ്ടന്റിലും. പക്ഷേ അന്ന് ഞാൻ വേഗം ഇടണമെന്ന് വിചാരിച്ച ദിവസം തന്നെ എനിക്ക് പോകേണ്ടി വന്നു. സോറി ഗൈസ്. ഇവിടുത്തെ ഇപ്പോൾ പൊട്ടിക്കണമെന്നത് നാളെ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നെതറിൽ കയറിയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് കയറണേ. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓർത്തില്ല. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കാരണം എവിടെയാ സ്പോണാകുന്ന നോക്കട്ടെ. എടി സേഫ് ഏരിയ. ഏതാ സേഫ് ഏരിയയുടെ? ഇത് ഞാൻ സീഡിൽ നോക്കുമ്പോൾ ഉണ്ടായിരുന്നല്ലേ. ഉണ്ട്. എന്നിട്ട് എങ്ങോട്ടോ പോയ ഒരു ഓപ്പണിൽ കാണണ്ടയാണ്. ഇങ്ങോട്ടേക്കല്ലേ, വേറെ സൈഡിലേക്കാണോ? അല്ലേ ഇത് പൊളിച്ചു പോകണം? ഞാൻ അങ്ങോട്ടേക്കും കൂടിയും പോയിട്ട് എപ്പിസോഡ് അങ്ങ് നിർത്തട്ടെ. കാരണം അല്ലാത്ത ലെങ്തായത്. ഇതിനിപ്പോൾ 4 ഇതാണ് കുഴപ്പം. അതിൻ്റെ ഇതിനിപ്പോൾ ഒരു 4 GB ഒക്കെ വേണ്ടി വരും. അത്ര ലെങ്ത് കൂടുതലാണ് ഗൈസ്. പ്ലീസ് അതിനുള്ളൊരു സപ്പോർട്ട്. ഒന്നില്ലേലും മറ്റേ സംഭവം ഞാനിപ്പോൾ ചിക്കൻ തന്നെ ഫ്രൈ ആക്കി എല്ലാം കൂടി അടിക്കാൻ വരുന്നല്ലോ പെട്ടെന്ന്. അവനടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ എന്നോട് ഓപ്പൺ ഒന്ന് കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ലേശം പണിയുണ്ട്. ഓക്കെ ബൈ.